സ്കൂളിലെ ഹിജാബ് വിവാദം ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി. ഇതിപ്പോ വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല, വളരെയധികം പേര് ഈ ഒരു പോയിന്റ് വെച്ച് സംസാരിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥി ധരിച്ചതും കന്യാസ്ത്രീമാർ ധരിച്ചതുപോലത്തെ ശിരോവസ്ത്രമല്ലേ, പിന്നെ എന്തിനാണ് അവിടെ സ്കൂൾ അധികൃതർ പ്രശ്നമുണ്ടാക്കിയത് എന്നാണ് പലരും ചോദിക്കുന്നത്. മന്ത്രി ശിവൻകുട്ടിയണ്ണന്റെ കാര്യം വിട്ടേക്ക്, ബാക്കി ചോദിക്കുന്നവരൊക്കെ 100% ലിറ്ററസി ഉള്ള മലയാളികൾ തന്നെയല്ലേ? അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കന്യാസ്ത്രീ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ തന്നെയാണ്. പോലീസോ വക്കീലോ അല്ലെങ്കിൽ പള്ളിയിലച്ചനോ നേഴ്സോ ഡോക്ടറോ ഒക്കെ പോലെയുള്ള ഒരു പ്രൊഫഷൻ. അവർക്കൊരു യൂണിഫോം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ളതുമാണ്. അവർക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ആ വിദ്യാർത്ഥി ധരിച്ച ഹിജാബ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അത് വേണമെങ്കിൽ ധരിക്കാം, വേണമെങ്കിൽ ധരിക്കാതിരിക്കാം. അത്തരത്തിൽ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സംഭവത്തെയാണോ നിങ്ങൾ ഈ കന്യാസ്ത്രീമാരുടെ ഓപ്ഷനെ ഇല്ലാത്ത അവരുടെ യൂണിഫോമുമായി കമ്പയർ ചെയ്യാൻ നിൽക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മൾ 100% ലിറ്ററസി മലയാളികളല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ട് കന്യാസ്ത്രീമാർക്ക് ഈ സമൂഹത്തിൽ സേവനം ചെയ്യാൻ സാധിക്കുമോ? മതം എന്നൊരു ചിന്ത വരുമ്പോൾ ആ കോമൺ സെൻസ് പോലും വർക്കാവുന്നില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണിത്. വിദ്യാർത്ഥി ധരിച്ച അതേ ശിരോവസ്ത്രമല്ലേ കന്യാസ്ത്രീമാരും ധരിച്ചത് എന്ന് പറയുന്നവർക്ക് ഒരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം. നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്നതെന്ന് കരുതുക. അവിടുത്തെ പോലീസ് കാക്കിയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തൊപ്പി വെച്ചിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പ്രശസ്തനായ ബ്ലോഗർ സുജിത് ഭക്തൻ പോലും ഈ ഒരു വിഷയത്തിൽ ഇത്തരം ഒരു നിലപാടെടുക്കുന്നത് കണ്ടിരുന്നു. അദ്ദേഹം കമ്പയർ ചെയ്തത് സിഖുകാരെ കുറിച്ചാണ്. ജോലി സ്ഥലങ്ങളിലും സ്കൂളുകളിലും ഒക്കെ അവര് പകിടി ധരിക്കുന്നുണ്ടല്ലോ, അതെന്താ ആരും ചോദ്യം ചെയ്യാത്തത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആ പകിടി എന്ന് പറയുന്നതും അവർക്ക് ഓപ്ഷണൽ അല്ല, നിർബന്ധമായും അവർ ധരിച്ചിരിക്കേണ്ട ഒന്നാണ്. അതുപോലെയാണോ ഇവിടെ ഓപ്ഷണൽ ആയിട്ടുള്ള ഹിജാബിന്റെ വിഷയം? സുജിത് ഭക്തൻ ചേട്ടാ, അതും ഇതുപോലെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതല്ലേ ഉള്ളൂ.